അതായത് യു എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല ഈ അമേരിക്കയുടെ അല്ലെങ്കിൽ ഈ വൻശക്തി രാജ്യങ്ങളുടെ താല്പര്യത്തിനപ്പുറം നിൽക്കുക എന്നതിനപ്പുറം യു എൻ ഇപ്പോൾ പഴയ പോലെ അത്ര ശക്തമായ ഒരു സംവിധാനമൊന്നുമല്ല യു എൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വൻശക്തി രാജ്യങ്ങളുടെ ഔദാര്യത്തിൽ കെടുതികൾ അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ എന്തെങ്കിലും ചില പ്രവർത്തനങ്ങൾ നടത്തുക, ഇതേപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പേരിന് ഒരു പ്രസ്താവന നടത്തുന്നതിനപ്പുറം ഏതെങ്കിലും തരത്തിൽ ശക്തമായ നടപടി ഇത്തരം രാജ്യങ്ങൾക്കെതിരെ എടുത്ത ഒരു പാരമ്പര്യമോ ചരിത്രമോ യു എന്നിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇത്തരം ഒരു സംഗതി ഉണ്ടാകുമ്പോൾ യു എൻ രൂപീകരിച്ചിരിക്കുന്ന തന്നെ ലോക സമാധാനം ലക്ഷ്യമിട്ടൊക്കെ വെറുതെ ആ ഒരു പാട്ട് അവർ പാടുന്നു. അതിനപ്പുറം അമേരിക്കയെയോ റഷ്യയെയോ ഇസ്രായേലിനെയോ അതേപോലെ വൻ സൈനിക ശക്തികളായിട്ടുള്ള മറ്റേത് രാജ്യത്തെയോ കൃത്യമായി ചൊൽപ്പടിക്ക് നിർത്താനായിട്ടുള്ള ശക്തമായൊരു സംവിധാനമല്ല യു എൻ. കാര്യം ഇവരെ ഇത്രയും വൻശക്തി രാജ്യങ്ങളുടെ സംഭാവനകൾ ഏറ്റുവാങ്ങി അവരുടെ ഔദാര്യത്തിൽ സത്യത്തിൽ കഴിയുന്ന ഒരു സംഘടനയാണ് യു എൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ യു എൻ ഒരുപാട് ഈ മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങൾ, കുറേ ഭക്ഷണ വിതരണവും മരുന്ന് വിതരണം അതേപോലുള്ള കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. ഇതിനുള്ള ഫണ്ട് എവിടുന്നാണ് കിട്ടുന്നത്? ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ പേരിന് ഇങ്ങനെ ഒരു സംഘടന ഉള്ളത് കൊണ്ട് പേരിന് എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ എന്ന് കരുതി മാത്രം പറയുന്നത്, അതിനപ്പുറം അതിൻ്റെ അകത്ത് ഒരു എന്തെങ്കിലും ഒരു പ്രസക്തി ഉള്ളതായിട്ട് തോന്നുന്നില്ല.